ഫ്രണ്ട് നാട്ടിൽ പോകുമ്പോൾ ഏൽപ്പിച്ച ചെടികൾക്ക് വെള്ളം നനച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. രാവിലെ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഫൈനൽ റിലീസിന് വേണ്ടി പൈപ്പുകളൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂടാണ്. തൊഴിലാളികൾ ചൂടത്തും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് മുക്കബലാത്തും ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. അടുത്തുള്ള ഒരു സിറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞാൻ മുക്കബലാത്ത് വാങ്ങാറുള്ളത്. ഗ്രിൽഡ് ഐറ്റംസ് മുക്കബലാത്ത് കൂടുതലും ഉണ്ടാക്കുന്നത് സിറിയക്കാരാണ്. വെജിറ്റേറിയനായ ആളുകൾക്കും അല്ലാത്തവർക്കുമെല്ലാം ഇവിടെയുള്ള വിഭവങ്ങൾ ഇഷ്ടപ്പെടും. ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, ഔസാൽ തുടങ്ങിയ എല്ലാത്തരം വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. കൂടെ കുബൂസും കിട്ടും. സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ കടക്ക് പുറത്തിറങ്ങി. തൊട്ടടുത്ത് കാണുന്നത് ഒരു അഫ്ഗാനി തന്തൂർ റൊട്ടിയുടെ കടയാണ്. അറബികളടക്കം മിക്ക ആളുകളും വാങ്ങുന്ന ഒന്നാണ് തന്തൂർ റൊട്ടി. ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും പുറത്തിറങ്ങി. കുട്ടികൾക്ക് പ്രൊജക്റ്റ് വർക്കിനുള്ള സാധനങ്ങൾ വാങ്ങണം. ഒരുവിധം എല്ലാ തരത്തിലുമുള്ള സ്റ്റേഷനറി ഐറ്റംസ് ലഭിക്കുന്ന ഒരു കടയുണ്ട് അടുത്ത്. ഈ കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തിരഞ്ഞു കണ്ടുപിടിച്ചു. ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ഗ്ലൂ സ്റ്റിക്ക്, ഹാങ്ങർ, ബട്ടർ പേപ്പർ തുടങ്ങിയ സാധനങ്ങളെല്ലാം വാങ്ങി. ഈ ഷോപ്പിനകത്ത് ഒരുവിധം എല്ലാ തരത്തിലുമുള്ള ഹോം അപ്ലയൻസസ് സാധനങ്ങളും ലഭ്യമാണ്. അധികം വിലയില്ല. കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാൻ ഈ കടകളാണ് ഞങ്ങൾ ആശ്രയിക്കാറ്. സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്, അതേപോലെ വീട്ടിലേക്ക് ആവശ്യമായ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് സാധാരണ വാങ്ങാറുള്ളത്. കിച്ചണിലേക്ക് ആവശ്യമായ വസ്തുക്കൾ, ഡിസ്പോസിബിൾ മെറ്റീരിയലുകൾ, ക്യാമ്പിംഗ് മെറ്റീരിയലുകൾ, ഇങ്ങനെ എല്ലാവിധം സാധനങ്ങളും ഈ കടയിൽ ലഭ്യമാണ്. നാട്ടിലേക്ക് വെക്കേഷൻ പോകാൻ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ഈ ഒരു കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങാൻ സാധിക്കും. കൗണ്ടറിൽ ബില്ല് പേ ചെയ്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നെസ്റ്റോയിലേക്ക് പോകണം. കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോയി. നെസ്റ്റോയിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം വാഹനങ്ങൾ കാണുന്നുണ്ട്. നഗരത്തിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക എപ്പോഴും രാത്രിയിലാണ്. നെസ്റ്റോയിലെത്തി വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ നെസ്റ്റോക്ക് ഉള്ളിലേക്ക് നടന്നു. ഏതോ ഒരു ആക്സിഡന്റിൽ ഡാമേജ് ആയ ഒരു കാർ പാർക്കിങ്ങിൽ കിടക്കുന്നത് കണ്ടു. ഷോപ്പിങ്ങിന് വേണ്ടി ആളുകൾ ഇവിടെ ടാക്സികളിലും എത്താറുണ്ട്. അത്തരം ഏതൊരു ടാക്സി ഞങ്ങളെ കടന്നുപോയി. നെസ്റ്റോക്കുള്ളിൽ നിന്നും ആളുകൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറി. ഓണമായതുകൊണ്ട് നെസ്റ്റോക്ക് ഉൾഭാഗം മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. സാധനങ്ങൾ ഇടാനുള്ള ഒരു ഷോപ്പിംഗ് കാർട്ടും എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഓരോന്നായി ഞങ്ങൾ കാർട്ടിലേക്ക് എടുത്തിട്ടു. 1-2 ആഴ്ചയിലേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്യാറാണ് പതിവ്. പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, ഇറച്ചി, മീൻ തുടങ്ങി എല്ലാത്തരം സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ സാധാരണ വാങ്ങാറുള്ളത്. മിക്ക ദിവസങ്ങളിലും സാധനങ്ങൾക്ക് ഓഫർ ഉണ്ടാകും. ഓഫറിൽ കുറഞ്ഞ വിലയിൽ നല്ല സാധനങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങാറുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള വളരെ ഫ്രഷായ ഇലക്കറികൾ ഇവിടെ ലഭ്യമാണ്. ഓരോരോ സാധനങ്ങളായി സെലക്ട് ചെയ്ത് കവറിലാക്കിയ ശേഷം അവിടെയുള്ള ഒരു കൗണ്ടറിൽ പോയി വെയിറ്റ് എടുക്കണം. അവർ വെയിറ്റ് എടുത്ത് വില സ്റ്റിക്കറിൽ പതിപ്പിച്ച് തരും.
ആവശ്യത്തിനുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളുമെല്ലാം ഞങ്ങൾ എടുത്ത് കാട്ടിലേക്ക് ഇട്ടു. പലതരത്തിലുള്ള മീനുകൾ നിരത്തിവെച്ച കൗണ്ടറാണ്. ഓരോന്നിൻ്റെയും വില മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നല്ല മീനുകൾ നോക്കി കുറച്ചെണ്ണം ഞങ്ങൾ ഓർഡർ ചെയ്തു. മീനുകൾ തൂക്കിയ ശേഷം നമ്മൾക്കൊരു വിലയുടെ സ്റ്റിക്കർ തരും. അവർ മീൻ അകത്തേക്ക് കൊണ്ടുപോയി ക്ലീൻ ചെയ്തു വെക്കും. കുറച്ച് സമയം കഴിഞ്ഞ് ഈ സ്റ്റിക്കർ കാണിച്ചാൽ നമുക്ക് മീൻ ക്ലീൻ ചെയ്ത് ലഭിക്കും. റഫമോൾ ഷോപ്പിംഗ് കാർട്ടും തള്ളി മുന്നോട്ട് നടക്കുകയാണ്. ഈ കൗണ്ടറിന്റെ ഇടതുഭാഗത്തായി ധാരാളം ഫ്രൂട്ട്സുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഓരോന്നോരോന്നായി ആവശ്യത്തിനുള്ളത് ഞങ്ങൾ എടുത്ത് കവറിലേക്ക് ഇട്ടു. പലതരത്തിലുള്ള റുമാനുകൾ വരാറുണ്ട്. യമനിൽ നിന്നുള്ള ഈ റുമാനാണ് ഏറ്റവും മധുരമുള്ളത്. പല രാജ്യങ്ങളിലുള്ള പല പേരിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആപ്പിളുകൾ കാണാം. ഞങ്ങൾ 1-2 ഐറ്റം ആപ്പിളുകൾ കളക്ട് ചെയ്തു. മിതമായി പഴുത്ത അവക്കാഡോ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടു. കുറച്ച് അവക്കാഡോ ഞങ്ങൾ കവറിലിട്ടു. നാടൻ പൈനാപ്പിളിന് നല്ല വിലയാണ്. സാധനങ്ങൾ കൗണ്ടറിൽ കൊണ്ടുപോയി ഓരോന്നിന്റെയും ഭാരമെടുത്ത് സ്റ്റിക്കർ പതിപ്പിച്ചു. പാൽ ഉൽപ്പന്നങ്ങൾ, ജ്യൂസുകൾ തുടങ്ങിയവയെല്ലാം വെച്ചിരിക്കുന്നത് മറ്റൊരു ഭാഗത്താണ്. ഞങ്ങൾ അതിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആ ഭാഗത്തേക്ക് നടന്നു. ആവശ്യമായ ജ്യൂസുകളും പാലുൽപ്പന്നങ്ങളും ഞങ്ങൾ കാട്ടിലേക്ക് എടുത്തിട്ടു. ഷോപ്പിംഗ് ഏകദേശം ആയപ്പോഴേക്കും അത്യാവശ്യം ദാഹം തോന്നി. ഒരു ലബനിന്റെ ബോട്ടിൽ പൊട്ടിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചു. ബോട്ടിൽ കാട്ടിലേക്ക് ഇട്ടു. ഓണമായതുകൊണ്ട് ഒരു തോണിയുടെ ഡിസൈനിൽ അവിടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനു മുകളിൽ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് ഏകദേശം ആയപ്പോഴേക്കും മീൻ ക്ലീനാക്കി കിട്ടി. ഞാൻ മീൻ കളക്ട് ചെയ്ത് കാട്ടിലേക്ക് വെച്ചു. ഇനി മുകളിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങണം. ഞാൻ എസ്കലേറ്റർ വഴി മുകളിലേക്ക് പോയി. മലയാളികൾ ഷോപ്പിങ്ങിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നെസ്റ്റോയെയാണ്. മലയാളികൾ മാത്രമല്ല, സൗദികളും അല്ലാത്തവരുമെല്ലാം ഇവിടെ ധാരാളം ഷോപ്പിങ്ങിനെത്താറുണ്ട്. മീൻ പിടിക്കാനും വൈകുന്നേരം സമയം ചെലവഴിക്കാനും കോർണിഷിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കാൻ ഉപകാരപ്പെടുന്ന ഫോൾഡബിൾ ചെയർ 2-3 വാങ്ങി. ഷോപ്പിംഗ് കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ ഞങ്ങൾ ക്യാഷ് കൗണ്ടറിലേക്ക് നീങ്ങി. ക്യാഷ് കൗണ്ടറിലെത്തി സാധനങ്ങൾ ഓരോന്നായി കൗണ്ടറിലേക്ക് വെച്ച് കൊടുത്തു. കാഷ്യർ ഓരോ സാധനത്തിന്റെയും വില സ്കാൻ ചെയ്ത് ബില്ലാക്കി. ബില്ല് പേ ചെയ്ത ശേഷം ഞങ്ങൾ കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സാധനങ്ങളുമായി ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് നടന്നു.
പാർക്കിങ്ങിലെത്തിയപ്പോൾ ഒരു പൂച്ച ഞങ്ങളുടെ കാറിന് മുകളിലിരുന്ന് ചുറ്റുപാടും വീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ പൂച്ച അവിടെ നിന്ന് ഇറങ്ങിയോടി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അൽഖോബാറിന്റെ രാത്രിയുടെ നഗര സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. നെസ്റ്റോയുടെ അടുത്തായി കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകളാണ്. 1 മാസത്തേക്കും 2 മാസത്തേക്കും എല്ലാം വരുന്ന ഫാമിലികൾ താമസിക്കാനും ജോലി ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാനുമുള്ള ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകൾ. റാഷിദ് മാളിനടുത്തുള്ള ഈ വലിയ വാട്ടർ ടാങ്കിലേക്ക് പ്രൊജക്ടർ വെച്ച് നാഷണൽ ഡേക്ക് അനുബന്ധിച്ചുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. സമയമേറെ വൈകിയത് കൊണ്ടാണെന്ന് തോന്നുന്നു റോഡിൽ അധികം തിരക്കൊന്നുമില്ല. ഞങ്ങളുടെ വാഹനം പതിയെ മുന്നോട്ട് നീങ്ങി. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന നഗരത്തിന്റെ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് സഞ്ചരിച്ചു. ഇനി പുതിയ കാഴ്ചകളുമായി പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.